ഫിൻസേ ആ എടുത്തോടെ 2000. അമ്മക്ക് സുഖമില്ല, അപ്പോൾ അമ്മേനെ കാണിക്കേണ്ട പൈസ അവിടെ കയ്യിൽ. എടാ അടുത്ത ഫൈനൽ വരാൻ പോകുന്ന നമ്മുടെ ടീമിൻ്റെ ഫ്ലെക്സ് അടക്കാറുണ്ട്. ഒരാൾക്ക് അസുഖം വന്നിട്ട് ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മാറും. കാണിച്ചിട്ടില്ലെങ്കിലോ 7 ദിവസം എടുക്കും. അതുപോലെയാണോ ലോകകപ്പ്? 4 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പൈസ എടുക്കുക. അസുഖമെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഒരു 10 രൂപ കൊടുത്തതേ. എനിക്ക് വല്ലതും മനസ്സിലായില്ല. ഇല്ല, എനിക്കൊന്നും മനസ്സിലാക്കില്ല നൽകാൻ. എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി വലിയ നന്മ വരം കാണുന്നത്. അല്ല അത് പിന്നെ അല്ല പൈസ അന്നല്ലേ വിട്ടോ. ോ അല്ലടാ പോയത് നമ്മളെ കെട്ടിച്ചാടി മരിച്ച ശശീന്റെ മോനല്ലേ? അമ്മക്ക് എന്തോ സുഖമില്ല എന്നിട്ടും പറഞ്ഞേ. ഞാനറിയില്ല, ഞാനൊന്നും ശ്രദ്ധിക്കില്ല. വല്ല കഞ്ചാവായിരിക്കും. കഞ്ചാവൊന്നും ആയിരിക്കൂല, അത് വെള്ളം അടിക്കാൻ പൈസക്ക് പിരിക്കുന്നതായിരിക്കും. അതെല്ലാം പോട്ടെ. ഒരു കാര്യം പറയാം, ഇന്ന് വൈകിട്ട് 50 അടിയുടെ കട്ടൗട്ട് വെക്കുന്നുണ്ട് മെസ്സിയുടെ. അല്ല അപ്പൊ ഞങ്ങള് 45 അടിന്റെ ഫ്ലക്സ് വെച്ച സമയത്ത് നിങ്ങൾ 50 ആക്കില്ലേ? അത് ജയിച്ചിട്ട് വേണം മോനെ 100 അടിയുടെ ആക്കാൻ. ജയിക്കില്ലെന്ന് പിന്നെയല്ലേ നമുക്ക് എനിക്ക് ഫ്ലക്സിന്റെ ബാക്കി പൈസ കൊടുക്കാനുണ്ട്. ഓ ആയിക്കോട്ടെ, വൈകിട്ടാണെന്നല്ലേ? വൈകിട്ട്. ഓക്കെ. ഇവിടെ എല്ലാം ഓക്കെയാ. എടാ വൈകുന്നേരം നമ്മൾക്ക് 12, 14, 14. ഇങ്ങോട്ടൊരു സംഭവം അറിയാം. നിങ്ങൾ ഈ പറഞ്ഞ ശശീന്റെ മോനില്ലേ, ആ കിണറ്റുള്ളി മരിച്ചു തന്നെ. ഞാൻ ഫ്ലക്സിന്റെ പൈസ കൊടുക്കാൻ പോയ സമയത്ത് ഓനൊരു ഫ്ലക്സും കൊണ്ട് ഇറങ്ങി വരുന്നു. പക്ഷെ ആരതാ എന്താ ഒന്നും ഒരു പിടുത്തമില്ല. അത് മെസ്സിന്റെ ആയാ മതിയല്ലോ. അതാ മെസ്സിന്റെ ഞങ്ങളെ റൊണാൾഡോന്റെ ഫ്ലക്സ് അടിച്ചാലാവൂലേ? എന്നാ അതെവിടെയാ കിട്ടിയെന്ന് നോക്കണം. ഓക്കെ വാ. കണ്ട അവന്റെ കയ്യിലുള്ളത് ഫ്ലക്സാ. ഓനടിയ കെട്ടുന്നു നോക്കണം. ഹലോ ഇതായിരുന്നു ഫ്ലക്സ് മെസ്സിന്റെ? റൊണാൾഡോ ഒന്നും പറയാണ്ടോ? നമ്മൾ വെച്ച് ഇതുപോലുള്ള പടുകൂറ്റൻ ഫ്ലക്സുകൾ കൊണ്ട് മറക്കുന്നത് ഇതുപോലുള്ള ചെറിയ ചെറിയ ജീവിതങ്ങളാണ്.